നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി എന്ത് വികസനമാണ് ഇവിടെ നടത്തുന്നത്? ഇവിടെ നിങ്ങൾ അനൗൺസ്മെന്റുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെയും. സമഗ്ര വികസനത്തിനായി ഒരു പാർട്ടിയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് ഞാൻ കേൾക്കുന്നത്. സമഗ്ര വികസനത്തിനായി. പ്രിയമുള്ളവരെ, മാറി മാറി വരുന്ന മുന്നണികൾ ഇവിടെ ഭരിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അപ്പോൾ ഈ 2 മുന്നണികൾ അല്ലെ 3 മുന്നണികൾ ഇവിടെ ഇതിനു മുൻപും മത്സരിച്ചിട്ടുണ്ട്. അവർ മാറി മാറി വിജയിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ പറയുന്നു സമഗ്ര വികസനത്തിനായി ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇവരിവിടെ എന്ത് വികസനമാണ് നടത്തുന്നത്? അപ്പോൾ ഇതിനു മുമ്പ് ഇവരിവിടെ എന്ത് വികസനമാണ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഇനി ഇവർ ജയിച്ചു പോയാൽ എന്ത് വികസനമാണ് നടത്തുന്നത്? പിന്നെ വേറൊരു പാർട്ടിയുടെ അനൗൺസ്മെന്റ് കേട്ടു. ഒരു കൗൺസിലർ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യം, ഞാനത് അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവിനെയും ഞാൻ അംഗീകരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്താണ്? അല്ലെങ്കിൽ ആ ജനപ്രതിനിധി ആ വാർഡിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കൗൺസിലർ അല്ലെങ്കിൽ ഈ ജനപ്രതിനിധി ഈ നാടിന് വേണ്ടി, ഈ വാർഡിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അത് വിളിച്ചു പറയേണ്ട കാര്യമല്ല. കാരണം അത് ആ കൗൺസിലറുടെ അല്ലെങ്കിൽ ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ അത് ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ട് നിർത്തുമ്പോൾ അതിനൊരു മര്യാദ വേണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണത്. അല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇലക്ഷൻ വരുമ്പോൾ മാത്രം അത് വിളിച്ചു പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിക്കൂടാ. നല്ല കാര്യമാണ്. ഒരു ജനപ്രതിനിധി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അവർ ചെയ്യേണ്ട കാര്യമാണ്. ഇതാരുടെയും ഔദാര്യമല്ല. നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഈ നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി ഒരു ജനപ്രതിനിധി ചെയ്യുന്ന കാര്യങ്ങൾ ആരുടെയും ഔദാര്യമല്ല, മറിച്ച് അവകാശമാണ്. നമ്മുടെ അവകാശമാണ്. പ്രിയമുള്ളവരെ, ആ അവകാശത്തെ കണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും പ്രിയമുള്ളവരെ നാം നിന്നുകൂടാ. കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് നാം എന്തിനാണ് ജീവിക്കുന്നത്? ഈ ജനാധിപത്യ രാജ്യത്ത് നാം ഒരുത്തന്റെയും അടിമയല്ല, നാം ഒരുത്തന്റെയും പിടിയാളുകളല്ല, നാം ഒരുത്തന്റെയും അടിമകളല്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ നികുതി പണത്തിന് എത്രമാത്രം വിലയുണ്ട്. നമുക്ക് ചെയ്തൊക്കെ തരുന്ന കാര്യങ്ങൾ ആരുടെയും തറവാട്ട് സ്വത്തല്ല, മറിച്ച് അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെ ഖനിക്കുന്ന രീതിയിൽ എന്ത് നടപടി ഉണ്ടായാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവം നമുക്കുണ്ടാകണം. തീർച്ചയായും നമുക്കുണ്ടാവണം. അപ്പോൾ ഈ വരുന്ന 30-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ വോട്ടഭ്യർത്ഥനയുമായി ഞാൻ കടന്നു വരുന്നത് മാറ്റത്തിനൊരോട്ട് എന്ന അഭ്യർത്ഥനയുമായാണ്. മാറ്റത്തിനൊരോട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു ജനപ്രതിനിധി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മത്സരത്തിന് പോലും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഒരു മത്സരത്തിന് പോലും ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നുണ്ടെങ്കിൽ പിന്നെ ആ ജനപ്രതിനിധിയെ തന്നെ നമുക്ക് തെരഞ്ഞെടുത്താൽ പോരെ. എന്തിനായി ഈ പൈസയെല്ലാം മുടക്കി നമ്മളിങ്ങനെ ഒരു ഇലക്ഷനും ഒരു തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് വരുന്നത്? അപ്പോൾ അവർക്കറിയാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമല്ല. അല്ലെങ്കിൽ വികസനം, സമഗ്ര വികസനം എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ മൈക്കിലൂടെ പ്രസംഗിക്കാനും അനൗൺസ്മെന്റ് ചെയ്യാനും ഫ്ലെക്സ് വലിച്ചു കെട്ടാനും മാത്രമേ അത് ഉപകരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മാറ്റം സാധ്യമാണ്. പ്രിയമുള്ളവരെ, മാറേണ്ടത് നമ്മളാണ്. നമ്മൾ മാറണം. പരമ്പരാഗതമായി നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്. ആം ആദ്മി പാർട്ടി കടന്നു വന്നിട്ട് 10, 12, 14 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഡൽഹിയിലും പഞ്ചാബിലും 2012 ഇത് രൂപീകൃതമായതിനു ശേഷം അധികാരത്തിൽ വന്ന് പഞ്ചാബിലും ഡൽഹിയിലുമെല്ലാം ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം മേടിച്ചുകൊണ്ട് ആ നികുതി പണം ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് അത് വെള്ളവും വൈദ്യുതിയും ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, പൊതുഗതാഗത മേഖലയിലുമെല്ലാം സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ജനപ്രിയ സർക്കാരുകളായി മാറാൻ ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലും പഞ്ചാബിലുമുള്ള ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ധാരാളം വായിക്കുന്നവരാണ്. ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായി നിലനിൽക്കുന്നതാണ്.
ആ സജീവത തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആം ആദ്മി പാർട്ടി എന്താണ്. നിങ്ങളിന്ന് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പഞ്ചാബിൽ നടക്കുന്നു എന്ന്. ഈ കേരളത്തിലും, ഈ കൊച്ചു കേരളത്തിലും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ ബൈ ഇലക്ഷനിൽ 1.5 വർഷക്കാലമേ ഉള്ളൂ. ആ 1.5 വർഷക്കാലം ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ മാറ്റം വരുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂലുകൾ കയ്യിലെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ചൂലെന്തിനാണ്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത് നമ്മൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ചൂല്. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നവും ചൂല് തന്നെയാണ്. അതിന്റെ ഉദ്ദേശം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അഴിമതി നിറഞ്ഞ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കുന്ന സ്വാർത്ഥ താല്പര്യത്തിനുടമകളായവരെ തൂത്തെറിയുക അല്ലെങ്കിൽ വൃത്തിയാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം, ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ പരമ്പരാഗതമായി നാം രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാം. പരുന്തിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന, പരുന്ത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. നമുക്കറിയാം അതിനു മുകളിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷിയും പറക്കാറില്ല. അതിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പരുന്ത്. ആ പറക്കുന്നതിലൂടെ അദ്ദേഹം ആ പരുന്ത് എടുക്കുന്നു, സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷേ തന്റെ കൗമാരം വിട്ട് വാർദ്ധക്യത്തിലേക്ക് ആ പരുന്ത് എത്തുമ്പോൾ, ആ പരുന്തിന്റെ ചിറകുകൾക്ക് കട്ടിവെക്കുമ്പോൾ, ആ പരുന്ത് നീലാകാശത്തിൽ പറന്നു നടക്കുന്നത് ആ അതിന്റെ പറക്കലിന് വേഗത കുറയുകയാണ് ചെയ്യുന്നത്. ആ വേഗത കുറയുന്ന പരുന്ത് എന്ത് ചെയ്യും? വീണ്ടും താൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരുന്ത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല പ്രിയമുള്ളവരെ ചെയ്യുന്നത്. ആ പരുന്ത് എന്ത് ചെയ്യും? ദൂരെയുള്ള പാറക്കൂട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ട്, ദൂരെയുള്ള പാറക്കൂട്ടങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരുന്നുകൊണ്ട് തന്റെ ചിറകുകൾ മുഴുവൻ കൊത്തിപ്പറിച്ചുകൊണ്ട് ആ വേദന മുഴുവൻ, കഠോരമായ വേദന മുഴുവൻ അനുഭവിച്ചുകൊണ്ട്, ആ വേദന മുഴുവൻ അനുഭവിച്ചുകൊണ്ട് തന്റെ തൂവലുകൾ മുഴുവൻ കൊത്തിപ്പറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? വീണ്ടും ആ കൊത്തിപ്പറിച്ച സ്ഥാനത്ത് പുതിയ തൂവലുകൾ ഉണ്ടാവുന്നു. ആ പുതിയ തൂവലുകൾ ഉണ്ടാവുമ്പോൾ ആ പുതിയ തൂവലുകൾ മുളച്ചു വന്നുകൊണ്ട്, ആ പുതിയ തൂവലുകൾ തനിക്ക് സ്വന്തമായി കഴിയുമ്പോൾ വീണ്ടും അനന്തമായ നീലാകാശത്ത് മനോഹരമായ രീതിയിൽ പറന്നുകൊണ്ട് തന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ആ പരുന്തിന് സാധിക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് ആ പരുന്ത് നൽകുന്ന ഗുണപാഠം എന്താണ്? ആ പരുന്ത് നൽകുന്ന ഗുണപാഠമെങ്കിലും നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരമ്പരാഗതമായി നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരാണ്. ആ പരമ്പരാഗത മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാറ്റം സംഭവിക്കില്ല. തന്റെ കട്ടിയുള്ള ചിറകുകൾ കൊത്തിപ്പറിക്കാൻ പരുന്ത് തയ്യാറാകുന്നത് പോലെ നാമം അതിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അവിടെ പുതിയ ചിറകുകൾ മുളയ്ക്കേണ്ടിയിരിക്കുന്നു. ആ പുതിയ ചിറകുകൾ മുളയ്ക്കുമ്പോൾ മാറ്റം സാധ്യമാണ് പ്രിയമുള്ളവരെ, മാറ്റം സാധ്യമാണ്. ആം ആദ്മി പാർട്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആം ആദ്മി പാർട്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ മാറ്റത്തിനായി, ചൂലെടുക്കുവാനായി നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കുള്ള അവസരമാണ്, മാറ്റത്തിനായിട്ടുള്ള അവസരമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കട്ടിയുള്ള തോലുകൾ എല്ലാം കൊത്തിപ്പറിച്ചു കളഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ ചിറകുകൾ മുളപ്പിക്കാം. പുതിയ ചിറകുകൾ മുളപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു നാട് നമുക്ക് ഇവിടെ സൃഷ്ടിക്കാം. അതിനായി ചൂലുകൾ നമുക്ക് കയ്യിലെടുക്കാം. ഈ വരുന്ന 30-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റോബി വർഗീസ് എന്ന എന്നെ ചൂലടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം ചൂലിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.